ഡോക്ടറെ, ഞാൻ ഇൻഹേലർ എല്ലാം നന്നായി യൂസ് ചെയ്യുന്നുണ്ട്. രാവിലെ 2 പഫ്, രാത്രി 2 പഫ്. പക്ഷെ ഒരു കാര്യവും കാണുന്നില്ല. അസുഖത്തിനൊന്നും തീരെ കുറവില്ല. ഇൻഹേലർ എടുത്തിട്ടും കുറവില്ല? ഇൻഹേലർ എടുത്തിട്ടും കുറവ് കാണുന്നില്ല. എങ്ങനെ ഇൻഹേലർ എടുക്കണമെന്ന് കാണിച്ചു തരും? ഇപ്പൊ നിങ്ങൾ കണ്ടതാണ് മിക്ക പേഷ്യന്റും ചെയ്യണത് ഇൻഹേലർ ടെക്നിക്കിലെ മിസ്റ്റേക്ക്. ഈ ഇൻഹേലർ മരുന്ന് ശരിക്ക് ഉള്ളിൽ എത്താത്തോണ്ടാണ് ഈ പേഷ്യന്റിന് ആശ്വാസം ഇല്ലാത്തത്. അപ്പൊ ഇൻഹേലർ എടുക്കാൻ 2 ടെക്നിക്സ് ഉണ്ട്. ഞാൻ രണ്ടും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യത്തെ ടെക്നിക്ക് ഡയറക്റ്റ് ഇൻഹേലർ എടുക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഏത് ഇൻഹേലർ എടുത്താലും ആദ്യം നന്നായിട്ട് അതിനെ ഷേക്ക് ചെയ്യണം, കുലുക്കണം. അതിന്റെ ശേഷം 2 പഫ് പുറത്തേക്ക് അടിക്കണം. കാരണം നമ്മൾ ഇൻഹേലർ ഫാക്ടറിയിൽ നിന്ന് വരുന്നതാണ്. പുതിയ ഇൻഹേലർ നമ്മൾ പാക്കറ്റ് തുറന്നതിന് ശേഷം അത് 2 പഫ് എടുക്കണം. അല്ലെങ്കിൽ 4-5 ദിവസം വെച്ച ഇൻഹേലർ, വീട്ടിൽ എടുക്കാത്ത ഇൻഹേലർ ആണെങ്കിലും അത് 2 പഫ് ഇങ്ങനെ പുറത്തേക്ക് അടിച്ചു കളയണം. അതിന്റെ ശേഷം നമ്മൾ നന്നായിട്ട് ശ്വാസം പുറത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് വിടണം. ശ്വാസം കംപ്ലീറ്റ് ആയി പുറത്ത് വിട്ടതിന് ശേഷം ഇൻഹേലർ വായിൽ വെക്കണം. എന്നിട്ട് ശ്വാസം ഉള്ളോട്ട് എടുക്കണ നേരത്തെ ഇൻഹേലർ പ്രസ് ചെയ്യണം. നന്നായിട്ട് അത് വലിച്ചിട്ട് ഉള്ളിലേക്ക് എടുക്കണം. എന്നിട്ട് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഇൻഹേലറിലെ മരുന്ന് കറക്റ്റ് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തും. അടുത്ത ടെക്നിക്കാണ് ഇൻഹേലർ വിത്ത് സ്പേസർ. നമ്മൾ യൂസ് ചെയ്യണത് ഇൻഹേലറിലെ മരുന്ന് ലങ്സിൽ കറക്റ്റ് എത്താൻ വേണ്ടിയിട്ടാണ്. ഇൻഹേലർ വിത്ത് സ്പേസർ ഉപയോഗപ്പെടേണ്ടത് കോമൺലി കുട്ടികൾക്കും അല്ലെങ്കിൽ മുതിർന്നവർക്കാണ്. അല്ലെങ്കിൽ ചിലർക്ക് ഇൻഹേലർ ശരിക്കും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിനാണ്. അപ്പൊ ഇത് ചെയ്യാനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഈ സ്പേസറിന്റെ പാർട്സ് അറിഞ്ഞിരിക്കണം. ഇതാണ് മൗത്ത് പീസ്. ഇതിനൊരു ക്യാപ്പ് ഉണ്ടാവും. ഇത് പേഷ്യന്റ് വായിൽ പോകും. ഇത് ഡിവൈസ് അപ്പർച്ചർ. ഇതിലെ ഡിവൈസ് നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. ഡിവൈസ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് പേഷ്യന്റിനോട് വായിൽ ഹോൾഡ് ചെയ്യാൻ പറയും. എന്നിട്ട് ഈ തമ്പും ഈ ഇൻഡെക്സ് ഫിംഗർ കൊണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് പ്രസ് ചെയ്യാം ഇൻഹേലർ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ മരുന്ന് വരുന്നത് കാണാം. അതിന്റെ ശേഷം നമ്മൾ പേഷ്യന്റിനോട് ഇതിന്ന് ശ്വാസം എടുക്കാൻ, ഈ മൗത്ത് പീസിൽ നിന്ന് ശ്വാസം എടുക്കുക, അയൽക്കന്നെ ഊതുക, ശ്വാസം എടുക്കുക, അയൽക്കന്നെ ഊതുക. അങ്ങനെ ഒരു 10 ടൈംസ് നമ്മൾ ചെയ്യാൻ പറയും. അതുകൊണ്ട് എന്താ പറ്റുന്ന വെച്ചാൽ ഈ മരുന്ന് ഈ സ്പേസറിന്റെ ഉള്ളിൽ വന്നത് ഇൻഹേലർ കൂടെ കറക്റ്റ് ലങ്സിൽ എത്തിപ്പെടും. നമ്മൾ നെക്സ്റ്റ് ഡിവൈസ് പരിചയപ്പെടുത്താൻ പോണതാണ് ഡ്രൈ പൗഡേർഡ് ഇൻഹേലർ. ഓക്കെ, ഇത് കോമൺലി നമ്മൾ സാധാരണ പറയുന്നത് ഗുളികട്ട് വലിക്കാനുള്ള മരുന്ന്. ഇതിന് പല പേരും അറിയപ്പെടും. റോട്ട ക്യാപ്, ട്രാൻസ് ക്യാപ്. ഈ ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ പൗഡർ ഫോമിൽ മരുന്ന് ഉണ്ടാവും. നമ്മുടെ ശ്വാസകോശത്തിന് ആവശ്യമുള്ള മരുന്നുണ്ട്. ഇത് വലിക്കാൻ വേണ്ടിയിട്ട് ഡിവൈസ് ഉണ്ട്. അതാണ് ഈ ഡിവൈസ്. ഓക്കെ, അതിന് പല പേരുണ്ട്. ലൂപ്പി ഹേലർ, റോട്ട ഹേലർ ഉണ്ട്, റിവോളൈസർ ഉണ്ട്. ഇതാണ് മൗത്ത് പീസ്. ഇപ്പൊ ഇത് ഇങ്ങനെ ഈ ഡിവൈസ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ ക്യാപ്സ്യൂൾ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് ഇത് 2 പ്രാവശ്യം നമ്മൾ ഈ റെഡ് ബട്ടൺ 2 സൈഡിൽ നിന്നും പ്രസ് ചെയ്യണം. അതിന്റെ ശേഷം നമ്മൾ ഇൻഹേലർ ഉപയോഗിച്ച പോലെ തന്നെ നമ്മൾ ആദ്യം ശ്വാസം പുറത്തേക്ക് വിടണം. പുറത്തേക്ക് ഫുള്ള് കംപ്ലീറ്റ് നമ്മൾ ശ്വാസം വിട്ടതിന് ശേഷം ഈ ഡിവൈസ് നമ്മൾ വായിൽ വെക്കണം. നല്ല ശക്തിയോടെ ശ്വാസം ഉള്ളോട്ട് വലിക്കണം. എന്നിട്ട് ഒരു 10 സെക്കൻഡെങ്കിലും ഹോൾഡ് ചെയ്യാൻ നോക്കുക. അതിന് ശേഷം ഈ ഡിവൈസ് പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടണം. ഇതേ പ്രൊസീജിയർ നമ്മൾ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഡിവൈസ് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് സിൻക്രോ ബ്രീത് അല്ലെങ്കിൽ ഓട്ടോ ഹീലർ. ഇത് ഒരു ഇൻഹേലർ ഡിവൈസ് ആണ്. നമ്മൾ മുന്നേ കണ്ട പോലെ മീറ്റേർഡ് ഡോസ് ഇൻഹേലർ. ഇതിന് സ്പേസറിന്റെ ആവശ്യം വരാറില്ല. ഇത് യൂസ് ചെയ്യേണ്ട ടെക്നിക്ക് പറയാച്ച, ഇതിനൊരു താഴെ ഒരു ക്യാപ്പ് ഉണ്ട്. ഈ ക്യാപ്പ് തുറക്കണം. എന്നിട്ട് നമ്മൾ ശ്വാസം മറ്റേ ടെക്നിക്സ് പോലെ തന്നെ ശ്വാസം കംപ്ലീറ്റ് ലങ്സ് നിന്ന് ക്ലിയർ ചെയ്യണം. അതിന്റെ ശേഷം ഇതിന്റെ മൗത്ത് പീസ് വായിൽ വെച്ചിട്ട് ഡീപ്പായിട്ട് നന്നായിട്ട് ഉള്ളിലേക്ക് ശ്വാസം വലിച്ചെടുക്കണം. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് മരുന്ന് ഇതില് നമ്മുടെ വായിൽ സ്പ്രേ ആവും. അത് നമ്മൾ ശ്വാസകോശത്തിലേക്ക് നന്നായിട്ട് വലിച്ചെടുക്കണം. ഇതിന് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ബാക്കിയുള്ള ഇൻഹേലറിനായിട്ടും ഇതിന്റെ ടെക്നിക്ക് വ്യത്യാസം. അപ്പൊ ഡോക്ടറെ, ടെക്നിക്ക് എല്ലാം മനസ്സിലായി. ഇനി എന്റെ മോനും സെയിം പ്രശ്നമുണ്ട്, ഈ ശ്വാസം മുട്ടലിന്റെ. അവന് ഇൻഹേലർ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് സ്പേസർ വിത്ത് മാസ്ക്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് മെയിൻലി കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക്, 5 വയസ്സ് വരയ്ക്കുള്ള കുട്ടികൾക്ക്, പിന്നെ ഒരു മുതിർന്നവർക്ക്. അത് നോർമൽ നമ്മുടെ സ്പേസർ ഉപയോഗിക്കാൻ പറ്റാത്ത മുതിർന്നവരുണ്ടാവും, അവർക്കും പറ്റും. ഇന്ന് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഹേലറും സ്പേസറും പറ്റിയിട്ട്
ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റിൽ മെൻഷൻ ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്